أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സഹോദരീ സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ച് തഖ്വ കൈക്കൊണ്ട് മുത്തഖികളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ രണ്ട് സമാഗമങ്ങൾ, അതല്ലെങ്കിൽ ഒത്തുചേരലുകൾ, ഒന്ന് ദുൽഹിജ്ജയുടെയും മറ്റൊന്ന് മുഹറമിൻ്റെയും, രണ്ട് ചരിത്രങ്ങളുമായി വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 മാസങ്ങൾ. ദുൽഹിജ്ജയിൽ ഹജ്ജിനെ കുറിച്ചും മറ്റ് ഇബ്രാഹിമി കുടുംബത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ കൂടുതൽ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. എന്നാൽ അത് മുഹറത്തിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ചും തസുആവും ആഷുറാവും, മുഹറം 9ഉം 10ഉം, അത് ഒരു നോമ്പെടുത്ത് അവസാനിപ്പിക്കുന്നതിനപ്പുറം എന്തിനാണ് ഇത് നമുക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിത്യസ്മരണയായിട്ട് എന്നും നിലനിൽക്കേണ്ടുന്ന വളരെ വലിയൊരു പാഠമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് വിശ്വാസികൾക്ക് ആലോചിക്കാൻ യഥാർത്ഥത്തിൽ വകുപ്പുള്ളൊരു വിഷയമാണ്. കാരണം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സർവാധിപതിയായ അധികാര മുഷ്കിന്റെയും അധികാര ദുഷ്പ്രഭുത്വത്തിന്റെയും എല്ലാ തരത്തിലുമുള്ള ഒരു അധികാരത്തിന്റെ ദുഷ്പ്രയോഗങ്ങളുടെയും അതിൻ്റെ ഒരു പര്യായമാണ് യഥാർത്ഥത്തിൽ ഫിർഔൻ എന്ന് പറയുന്നത്. ഫിർഔൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം, അതൊരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് ഫറോവ എന്നുള്ളത്, ഫിർഔൻ എന്നുള്ളത് അത് ഒരു വംശാവലിയുടെ പേരാണ്. അപ്പോൾ ഫിർഔൻ എന്നുള്ളത് പ്രതിനിധീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ചിരുന്ന അന്നത്തെ കാലത്ത് വലിയ പീഡനങ്ങളും യാതനകളും ബനൂ ഇസ്രായേലിന് സഹിക്കേണ്ടി വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഫിറൗനാണ്. അപ്പൊ ഒരു പേരെടുത്ത് പറയുക എന്നുള്ളതിനേക്കാൾ ആ സ്ഥാനം പറയുന്നതിന് പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ഥാനങ്ങളിൽ ഫിറഔനുകൾ ആവർത്തിക്കപ്പെടും എന്നുള്ളൊരു സൂചന കൂടിയാണ്. പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഫിറഔൻ എന്താണ്, ഫിറഔൻ അത് റംസീസ് രണ്ടാമനാണോ, അതല്ല റംസീസ് രണ്ടാമന്റെ അച്ഛൻ ഫിറഔനാണോ എന്നൊക്കെ ചർച്ച നടത്തുമായിരുന്നു. പക്ഷെ ഇന്ന് ലോകത്ത് മുഴുവൻ എടുത്തു നോക്കുമ്പോ ഫിർഔൻ എന്നുള്ളത് അധികാരത്തിൽ എങ്ങനെയാണ്, ഭരണകൂട രൂപത്തിൽ എങ്ങനെയാണ്, അലൈസ ലി മുൽക്കു മിസ്ർ,
ഫിറഔനിന്റെ ചില പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഈ രാജ്യത്തിന്റെ അധികാരം എന്റേതാണല്ലോ, ഈ കാണുന്നതെല്ലാം എന്റേതാണ്, ഞങ്ങളാണ് ഇവിടെ, ആർക്കാണ് സമാധാനം, ആർക്കാണ് നരകതുല്യമായ ജീവിതം, ഇതൊക്കെ വിധിക്കുന്നത് ഞങ്ങളാണ്. ഇത് അന്നത്തെ ഫിറഔനിന്റെ ഒരു വാദമാണ്. പുതിയ കാലത്തെ ഫിറഔന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. ഞങ്ങള് 48 മണിക്കൂറിനുള്ളിൽ അവരെ ശരിയാക്കും, ഞങ്ങൾ അവർക്കൊരു 2 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്വീറ്റ് ചെയ്യും. 1 ദിവസം വേണമെങ്കിൽ ഇറാന് കൊടുക്കും, അതിനിടയിൽ അവർക്ക് വേണമെങ്കിൽ നന്നാവാം. ഇപ്പൊ ലോകത്തുള്ള എല്ലാവരെയും ഞെട്ടിക്കുക, ലോകത്തുള്ള എല്ലാവരെയും തങ്ങളുടെ ശിങ്കിടികളായി കൂടെ നിർത്തുക, എന്തല്ല ഒരു കൂട്ടരെ യസ്തളഇഫു ത്വാഇഫത്തം മിൻഹും. ഫിറഔനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഒരു കൂട്ടരെ അതിദുർബലരായി നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് ലോകതലത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിന്റെ വിഷയത്തിൽ ഫലസ്തീൻ അതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടത്തിന് അവർക്ക് വേറൊന്നും പറയാനില്ലെങ്കിലും യസ്തളഇഫു ത്വാഇഫത്തം മിൻഹും, ഒരു കൂട്ടരെ തങ്ങളുടെ ശത്രുവായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവരാണ് നിങ്ങളുടെ എല്ലാ ശകുനങ്ങളുടെയും പിന്നിലുള്ള കാരണക്കാർ, എല്ലാ ദുശ്ശഗുണങ്ങളുടെയും കാരണക്കാരെന്ന് വിശദീകരിക്കുകയും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും, ഫിറഔൻ കുറച്ചുകൂടി മാന്യനായിരുന്നു. യുദബ്ബിഹു അബ്നാഅഹും, ആൺകുട്ടികളെ ആണുങ്ങളെ മാത്രം തെരഞ്ഞെടുത്ത് കൊല്ലുമായിരുന്നുള്ളതാണ്. വയസ്തഹയി നിസാഅഹും, അവരിലെ സ്ത്രീകളെ വളരെ നാണം കെട്ട് ജീവിക്കാൻ അനുവദിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ പുതിയ കണക്കുകൾ ഇപ്പോ നമ്മളോട് പറയുന്നത് കഴിഞ്ഞൊരു 3 വർഷം മാത്രം സ്ത്രീകളും അതുപോലെ തന്നെ കുരുന്നുകളും ഒക്കെ കൊല്ലപ്പെട്ട ഗസയുടെ ചരിത്രം നമ്മളോട് പറയുന്നത് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ, അങ്ങനെയാണ്, കനാൻ പ്രദേശത്തേക്ക് രക്ഷപ്പെട്ടു പോയാണ്, അള്ളാഹുവിന്റെ വലിയ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. അവരുടെ പിൻതലമുറക്കാരുടെ ചരിത്രം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം, അതായത് മൂസയുടെ പിൻഗാമികൾ തങ്ങളാണെന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ മൂസയുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ കാലത്തെ ജൂത സമൂഹം, സയനിസ്റ്റുകൾ പ്രത്യേകിച്ചും, ഇവരുടെ വാദമനുസരിച്ച് ഇവർ ഫറോവയേക്കാൾ മേലെയാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഫിർഔൻ കൊടുത്ത ഒരു ഔദാര്യം പോലും അവർ ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. വയസ്തഹി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, കാരണം ഫസാദ് ഉണ്ടാക്കുക, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഭരണാധികാരം കയ്യിലുള്ള പലരുടെയും അവരുടെ ഗുണവിശേഷണമാണ്, അവരുടെ ഒരു ആട്രിബ്യൂട്ടാണ്. അവരിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഗുണം മുഫ്സിദ് എന്നുള്ളതായിരിക്കും. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പല ഭരണാധികാരികളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ ലോകത്ത് ഇനി ആർക്കും അത്രമേൽ അധികാരം വേറെ ആർക്കും ലഭിക്കില്ല എന്ന് പറയുന്ന അത്രമേൽ വലിയ അധികാരത്തിന്റെ മൂർത്തിമൽ ഭാവമായിട്ടാണ് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറയുന്നത്. അതായത് അധികാരമുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ദുഷിച്ചുപോകും എന്നല്ല. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാം അധികാരം കയ്യിലുണ്ടായിരിക്കെ തന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിനീതനായി ദാസനായി ജീവിക്കാൻ കഴിയും എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ, ഈ ലോകത്തിന് മുമ്പിൽ മാതൃക തീർത്ത ആളാണ്. ഇനി അദ്ദേഹം നബിയാണെന്ന് കരുതുക, മനുഷ്യരിലേക്ക് വരുമ്പോൾ അത് സാധ്യമല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫില് ദുൽഖർനൈനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പാശ്ചാത്യ പശ്ചിമ ദിക്കുകൾ എല്ലാം എല്ലാ അർത്ഥത്തിലും നമ്മള് പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങൾ പൂർണ്ണമായി തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ, മഗ്രിബും മശ്രിക്കും ഒരുപോലെ കയ്യിലുള്ളവർ എന്നാണ് ദുൽഖർനൈനെയും കൂട്ടരെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായി അദ്ദേഹത്തിനും കഴിയാൻ പറ്റി. പക്ഷെ അധികാരം കൈയാളുന്നവർ പൊതുവിൽ ഇങ്ങനെ ആയിരിക്കില്ല. അതിന്റെ ഏറ്റവും മികച്ച രൂപം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പോ ഇന്നലെ നമ്മുടെ നാട്ടില് നേരത്തെ തന്നെ പറയുന്നതാണ്, അത് വീണ്ടും വീണ്ടും വന്നു, പാസ്പോർട്ട് എന്തല്ല, പൗരത്വ രേഖയല്ല, ആധാർ ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുന്നു. 18 വയസ്സായവർക്ക് ഇനി ആധാർ കൊടുക്കൂല എന്നാണ് ആര് പറയുന്നത്?
അസം ഗവൺമെന്റ് ഞങ്ങളൊന്നും കൂടി സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കും, അതല്ലാതെ 18 വയസ്സുണ്ടെന്നുള്ളതുകൊണ്ട് ആരും ഇത് അപേക്ഷിക്കാൻ വരണ്ട. അപ്പൊ നമ്മളിത് കരുതുന്നത് ഫിർഔനൊക്കെ ഏതോ ഒരു കാലത്ത് ജീവിച്ചു പോയൊരു സാഹിബും നമ്മുടെ മുമ്പിലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഇത് പുതിയ കാലത്ത് ഏതൊക്കെയോ കുറെ ഈ ഭരണാധികാരികളുമാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു പരിചയപ്പെടുത്തുന്ന ഈ ലോകത്ത് എന്തിനാണ് നമ്രൂദിനെ കുറിച്ച്, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേർക്കുനേർ നിന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിമു ഫി റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അല്ലദി യുഹീ വ യുമീത്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ മാത്രം അധികാരമാണ് മനുഷ്യർക്ക് ജീവിതം നൽകുക, മനുഷ്യർക്ക് മരണം വിധിക്കുക എന്നുള്ളത്. പക്ഷേ അകാരണമായി മനുഷ്യരെ കൊന്നുകളയുന്ന ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധിയാണ് നമ്രൂദ് താങ്കൾ. ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ള അധികാരമാണ്. അപ്പൊ നമ്രൂദ് പറഞ്ഞല്ല, അന ഉഹി വ ഉമീത്, ആരെത്ര കാലം ജീവിക്കണം, ആരെപ്പോൾ മരിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുക. അങ്ങനെ ഒരാളെ ജീവിക്കാൻ വിടുകയും മറ്റൊരാളെ കൊന്നുകളയുകയും ചെയ്തു തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട രണ്ടുപേരിൽ നിന്ന് എന്നൊക്കെയാണ് ആ തഫ്സീറിൽ, ആ ആയത്തിന്റെ തഫ്സീറിലൊക്കെ മുഫസ്സിറുകൾ ചിലരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൂട്ടർക്ക് ജീവിക്കാനും ഒരു കൂട്ടർക്ക് മരണം വിധിക്കാനും ഇതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ ഇതെല്ലാം ഒത്തുവന്ന പുതിയ കാല ഒരു സാഹചര്യത്തിലല്ലേ നമ്മളുള്ളത്. നമുക്കിതിനുമേൽ ഇതിന്റെ ഒരു വേറൊരു ഉദാഹരണം പറ്റുമോ എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ബനൂ ഇസ്രായേലിനെ കുറിച്ച്. ഇപ്പൊ നമ്മള് ആഷൂറയിൽ കാര്യമായും മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം സമൂഹത്തെ അള്ളാഹുവിന്റെ വലിയ കൽപ്പനയും അതോടൊപ്പം സഹായവും മുഖേന സ്വന്തം സമൂഹത്തെ നാടുകടത്തി, അതായത് കടലിലൂടെ സ്വന്തം സമൂഹത്തെ വേറൊരു ദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയ വിമോചന യാത്ര, ഇതിന്റെ സ്മരണാർത്ഥമാണ് യഥാർത്ഥത്തിൽ ആഷൂറ ഉള്ളത്. ചരിത്രപരമായി തന്നെ നോക്കിയാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത്, റസൂൽ മദീനയിലെത്തിയപ്പോ അത് കണ്ടപ്പോ ചോദിച്ചു, മഹാദ. രണ്ട് രീതിയിലുണ്ടായിരുന്നു എന്നാണ്. ഒന്ന്, ഈ മുഹറം 10 പ്രത്യേകതയായി ഈ മദീനക്കാർ എന്താണ് അവർ ആഘോഷിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഖാല ഹാദാ യൗമുൻ സാലി, ഇത് വളരെ വിശുദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം ഫസാമഹു മൂസ, ശത്രുക്കളിൽ നിന്ന് മൂസ അലൈഹിസ്സലാമയെയും കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഫസ്വാമഹു മൂസ. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ആ ദിവസം നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് അത് തുടർന്ന് അതിന്റെ തുടർച്ചയിൽ നോമ്പെടുത്ത് പോരുകയാണ് ഈ കൂട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഅന അഹഖു ബിമൂസ മിൻകും, എങ്കിൽ നിങ്ങൾ യഹൂദരെക്കാൾ, അവർ യഹൂദികളെക്കാൾ മൂസ അലൈഹിസ്സലാമയുമായി ആത്മബന്ധമുള്ളവരും അതിന്റെ തുടർച്ചയിൽ വന്ന പ്രവാചകനുമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിന്റെ നോമ്പെടുക്കുന്നു. ഫസ്വാമഹു വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു തുടർച്ചയിൽ ആ 10 തന്നെയാണ് നോമ്പെടുത്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത്, ചില ദിവസങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ഇതിനെ ആഘോഷമായി ഈദിന്റെ ദിവസമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നതായി വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും. വഫീ റിവായത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന യൗമ ആഷൂറയുടെ ദിവസം കാന അഹ്ലു ഖൈബറിലുള്ള യഹൂദികൾ യത്തഖിദൂനഹു ഈദൻ, അവർക്കതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. വയൽബസൂന നിസാഅഹും ഫീഹി ഹുലിയഹും, അവരുടെ സ്ത്രീകൾ അധികമായി ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം പറഞ്ഞു, ഫസൂമുഹു അൻതും, നിങ്ങൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കുക. അവർക്ക് ഈദാണെങ്കിൽ, അവർക്ക് പെരുന്നാളാണെങ്കിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. അപ്പോൾ അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത് വമിൻ ദാലിക മുഖാലഫത്തിൽ യഹൂദികൾക്ക് പെരുന്നാൾ എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നതെങ്കിൽ മൂസ അലൈഹിസ്സലാമയുടെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ നോമ്പെടുക്കുന്ന ദിവസമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടർത്ഥത്തിൽ ഇത് വളരെ പ്രസക്തമായൊരു നിരീക്ഷണമാണ്. ഒന്ന്, മുൻകഴിഞ്ഞ സമൂഹത്തിന്റെ അതിന്റെ നന്മകളെ അംഗീകരിക്കുക എന്നുള്ള അർത്ഥത്തിലും, മറ്റൊന്ന്
മുൻകഴിഞ്ഞ സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരിൽ എവിടെയാണ് നിങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നിടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം, ഇനി അടുത്ത കൊല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ, ഇനി അടുത്ത വർഷം ഞാൻ ബാക്കിയാകുന്നുണ്ടെങ്കിൽ ഞാൻ 9 നോമ്പെടുക്കും. ഇപ്പൊ 9 10, ചില പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നത് റസൂല് 9 എടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ 10 എടുത്തതിന് പകരം 9 എടുക്കും എന്നാണ് റസൂലിൽ നിന്ന് അങ്ങനെ അനുമാനിക്കേണ്ടത്. റസൂൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഹയാത്തിൽ പിന്നീട് ബാക്കിയായിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് താസുആഉം ആശൂറാവും 9 10 ഈ ചരിത്ര സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അത്രമേൽ ഓർമ്മയിൽ നിറക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനായിരിക്കും ഇതതിന്റെ ഫിഖ്ഹും ചരിത്രമാണ്. പക്ഷെ ഇതിന്റെ ഫിലോസഫി എന്താണ്? ഇതിന് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവസാന സമയത്ത് എനിക്ക് അങ്ങനെ ഒന്ന് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി, 2 നോമ്പ് ഇതിലേക്ക് ഞാൻ കടക്കും എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫിർഔൻ ഇങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? വനുരീദു, നാം ഉദ്ദേശിക്കുന്നത്, ഫിർഔനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയാണ്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദ്ഇഫു ഫിൽ അർള്, ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ട ആളുകൾ അവർക്കുമേൽ അനുഗ്രഹം ചൊരിയാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഭൂമിയിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഭൂമിയിൽ ഒരു കൂട്ടർ അൽ മല എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അധികാരി വർഗമാണ്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം മുതൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു മേലാളന്മാർ, സമൂഹത്തിലെ മേലാളന്മാരും അധികാരം കൈയടക്കി വെച്ചവരും സമൂഹത്തിലെ എല്ലാം തീരുമാനിക്കുകയും മറ്റുള്ളവർക്ക് ഒരു തീരുമാനമില്ലെന്ന് മനസ്സിലാക്കുകയും, തീരുമാനിക്കുന്നവർ മോശക്കാരൊന്നുമല്ല, തീരുമാനിക്കാനുള്ള അധികാരം തങ്ങൾക്ക് മാത്രമാണെന്ന് കരുതി ജീവിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ സമൂഹങ്ങളിൽ യുഗയുഗാന്തരങ്ങളെ ഇങ്ങനെ ജീവിച്ചു പോരുകയാണ്. അതിന്റെ ഏറ്റവും മികച്ച കാഴ്ചകളും ഏറ്റവും അതിന്റെ ദുര്യോഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറയുന്നത്, എന്റെ താല്പര്യം, നമ്മുടെ താല്പര്യം ഈ ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ടവർക്ക് അനുഗ്രഹം ചൊരിയണമെന്നുള്ളതാണ്. വനജഅലഹും അഇമ്മതൻ, അവരെ നേതാക്കളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ഭൂമിയിലെ അധസ്ഥിതരായവർക്ക് നേതൃത്വം, അവരുടെ കയ്യിൽ നേതൃത്വം എത്തണം. അവർ അധികാരത്തിൽ നിന്ന്, അവർ സമ്പത്തിൽ നിന്ന്, അവരുടെ അവകാശത്തിൽ നിന്ന്. ഇപ്പോ അവകാശം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, വോട്ടവകാശം, അവകാശം ഉണ്ടാകാൻ ഒരു അവകാശം ഉണ്ടല്ലോ. പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, റൈറ്റ് ടു ഹാവ് റൈറ്റ്സ് എന്നാണ്. നിങ്ങൾക്ക് അവകാശം ഉണ്ടാകാനുള്ള അവകാശമില്ല. നിങ്ങൾ ഇവിടുത്തെ ഒരു പൗരനോ, നിങ്ങൾ ഇവിടുത്തെ കൂറുള്ള ഈ നാടിനോട് വലിയ രീതിയിൽ കൂറ് തെളിയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവകാശം, വോട്ടവകാശമാകട്ടെ, അതല്ലെങ്കിൽ സാമ്പത്തികമായ അവകാശങ്ങളാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളാകട്ടെ, നിങ്ങളുടെ സംവരണാവകാശങ്ങളാകട്ടെ, നിങ്ങൾക്കിത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവകാശം വകവെച്ച് തരേണ്ടത് ഭരണകൂടമാണ്. നമ്മളിതൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവകാശം ഉണ്ടാകണമോ എന്ന് തീരുമാനിക്കേണ്ടുന്ന ഭരണാധികാരികൾ, അവരിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ച് ഖുർആൻ പറയാം, വനജഅലഹും അയിമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ, അവരെ അനന്തരാവകാശികളാക്കണമെന്നാണ് നാം കരുതുന്നത്. വനുമക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകണമെന്നാണ് നാം കരുതുന്നത്. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, എന്താണോ ഫിർഔനും ഹാമാനും, ഫിർഔനിന്റെയും ഹാമാനിന്റെയും സൈന്യങ്ങൾ ഭയപ്പെടുന്നത്, അത് ഭൂമിയിൽ പുലർന്നു കാണണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അല്ലാഹ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ ഫിർഔന്മാരും, ലോകത്തുള്ള എല്ലാ ഹാമാന്മാരും, ഈ സൂറത്തിന്റെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ 70-ാമത്തെ ആയത്ത് മുതൽ ഖാറൂനും വരുന്നുണ്ട്. അതായത് ഫിർഔനും ഹാമാനും ഖാറൂനും അധികാരത്തിന്റെയും സൈന്യാധിപത്യത്തിന്റെയും അതോടൊപ്പം തന്നെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു പളവളപ്പിന്റെയും പേരിൽ മനുഷ്യർ ഈ മൂന്നിന്റെയും പേരിൽ തങ്ങൾ മറ്റുള്ളവര് ഒരു അശുക്കളായി, മറ്റുള്ളവർ ജീവിക്കാൻ തന്നെ യോഗ്യതയില്ലാത്തവരായി മനസ്സിലാക്കുന്ന
അത് സാമ്പത്തികമായ വിഷയത്തിൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. നമ്മുടെ ഈ പുതിയ വേൾഡ് ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഇസ്ലാം നിഷ്കർഷിക്കുന്ന സാമ്പത്തികമായ ഒരു ഫിലോസഫിയും ദർശനവും അതിലില്ല എങ്കിൽ മനുഷ്യരെ കൂടുതൽ ചൂഷണം ചെയ്യാനുള്ള ഒന്നായി മാത്രമാണ് നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ പോലും നമുക്ക് കാണാൻ പറ്റൂ. നിലവിലുള്ള നമുക്ക് അധികാരമൊരുക്കുന്ന, നമുക്ക് സുരക്ഷയൊരുക്കുന്ന സംവിധാനങ്ങൾ, പോലീസാകാം, കോടതിയാകാം, അതോടൊപ്പം തന്നെ സൈന്യങ്ങളാകാം. ഈ സൈന്യങ്ങളൊക്കെ മനുഷ്യരുടെ സുരക്ഷയ്ക്കാണെന്നാണ് പറയാം. പക്ഷെ ആരുടെ സുരക്ഷയ്ക്കാണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ സുരക്ഷ എന്നുള്ളതിനേക്കാൾ ഈ ഭരണകൂടങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികളുടെ സുരക്ഷയ്ക്കായി മാറുന്നു. ഇവിടെയാണ് അള്ളാഹ് പറയുന്നത് വനുമക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിൽ അധികാരമില്ലാതെ പോയവർക്ക് അധികാരം നേടിക്കൊടുക്കാൻ നാം ആഗ്രഹിക്കുന്നു. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. അതുകൊണ്ട് അവർ ഭയപ്പെടുന്നത് ഭൂമിയിൽ സംഭവിക്കണം. യഥാർത്ഥത്തിൽ അവരത് ഭയപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ എത്രമേൽ ഇസ്ലാമികമായ ഏത് ചിഹ്നങ്ങളെപ്പോലും അത്രമേൽ പൈശാചികവൽക്കരിച്ചുകൊണ്ടും ഇസ്ലാമികമായ വിശുദ്ധ ദേശങ്ങളെ അത്രമേൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും അവിടെയുള്ള തദ്ദേശീയ ജനതകളെ കൊന്നൊടുക്കിക്കൊണ്ടും ഫലസ്തീൻ അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിയുള്ള തേജോവധങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിചിത്രത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ അതിന്റെ ഏറ്റവും മികച്ച കാഴ്ചയാണ്. ഇസ്ലാമോഫോബിക് പ്രചരണങ്ങളാൽ നിറഞ്ഞ് നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് പണ്ട് ലോകത്ത് അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നും ഫ്രാൻസിലും ഒക്കെയുള്ള ഈ കാർട്ടൂണുകളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് ഇസ്ലാമിനെതിരെ പറയുന്നത്. ഇന്നിപ്പോ കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ വിചാരിക്കും കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കുമോ? അത്രമേൽ വിദ്വേഷം തുപ്പുകയും അത്രമേൽ ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നിടത്ത് തീർച്ചയായും പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം ഇന്ത്യൻ മുസ്ലിങ്ങളുമായിട്ട് ചരിത്രപരമായി എടുത്തു നോക്കുമ്പോൾ സാമ്യമുള്ള ഒരു ചരിത്രമാണ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടേത് എന്നും ബനൂ ഇസ്രായേലിന്റേത് എന്നും സാമൂഹ്യ ശാസ്ത്ര വിശാരദന്മാർ പറയാറുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിമുകളുടെ, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ളത് ഒരു പാരമ്പര്യ സമൂഹമാണ്. ബനൂ ഇസ്രായേലും ഒരു പാരമ്പര്യ സമൂഹമായിരുന്നു. ആ പാരമ്പര്യ സമൂഹത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും ബനൂ ഇസ്രായേൽ ഉണ്ടായതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ട്, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൂസ അലൈഹിസ്സലാമയോട് ബനൂ ഇസ്രായേൽ പറഞ്ഞത് അള്ളാനെ നേരിട്ട് കാണുന്നവരെ ഞങ്ങൾ വിശ്വസിക്കൂലാണ്. ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, നേരിട്ട് കാണുന്നവരെ ഞങ്ങൾ വിശ്വസിക്കൂലാണ്. എവിടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് തന്റെ അധസ്ഥിതരായ ജനതയെ കടൽ കടത്തി അപ്പുറം ബഹർ, ഒരു കടൽ, അതിന്റെ വഴി തുറന്ന് അപ്പുറത്തേക്ക് കനാൻ ദേശത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയിലൂടെ നടന്നു കയറിയ ഒരു കൂട്ടർ. അതിലപ്പുറം ഒരു മുഅ്ജിസത്ത് കിട്ടാനുണ്ടോ? ഇല്ല. ഒരുപക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമയോടൊപ്പം അന്ന് സഞ്ചരിച്ച് അപ്പുറത്തു പോയൊരു കൂട്ടരുണ്ടല്ലോ, ആ കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടത്. പക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ, മറുകര പിടിച്ചപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാരായിട്ട് മാറിയത് രക്ഷപ്പെട്ട ജനതയാണ്. അവരാണ് പറഞ്ഞത് അള്ളാഹു മന്നയും സൽവയും ഇറക്കി കൊടുത്തു എന്നാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു നാഗരികതയിലേക്കും പുതിയൊരു പ്രദേശത്തിലേക്കും ഒന്നും എത്തിയില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ പണ്ട് തിന്നിരുന്ന പയറും കാച്ചിലും അതുപോലെ തന്നെ സവോളയും ഉള്ളിയൊക്കെ എവിടെ പോയി എന്നാണ് ചോദിച്ചത്. മഞ്ഞ സൽവ ഇറക്കി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ മഞ്ഞ സൽവയിൽ നിന്നും അടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പയറും അതുപോലെ തന്നെ കടലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഞങ്ങൾക്ക് തരൂ എന്നാണ് പറഞ്ഞത്. അല്ലാഹു ചോദിക്കാൽ അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾക്ക് അള്ളാഹു അതിവിശിഷ്ടമായ ഒന്ന് തന്നിട്ടും വളരെ നിന്ദ്യമായ ഒന്ന്, അതല്ലെങ്കിൽ മേത്തരമൊന്ന് അള്ളാഹു തന്നിട്ടും അതിനേക്കാൾ എത്രയോ താഴെത്തട്ടിൽ കിടക്കുന്നത് ആവശ്യപ്പെടുന്ന ഒരു ജനതയായി നിങ്ങൾ മാറിയോ? ഇത് തിന്നാൻ കിട്ടുന്ന വിഭവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹു വെച്ചിട്ടുള്ള ദർശനത്തെ, അള്ളാഹു ഈ ലോകത്ത് വിശ്വാസി സമൂഹം എന്നുള്ള നിലക്ക് നമ്മളെയും മുസ്ലിം സമുദായത്തെയും അനുഗ്രഹിച്ചിട്ടുള്ള അവരുടെ പൊസിഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയായി മാറി, നിന്ദ്യമായ ഒരവസ്ഥയിലേക്ക് അവരെടുത്ത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് തന്നെ മൂസാ അലൈഹിസ്സലാമയുടെ സമൂഹം
എത്രത്തോളം എന്ന് വെച്ചാൽ തൗറാത്ത് അവർക്ക് ലഭിക്കുന്ന വേളയിൽ മൂസ അലൈഹിസ്സലാം അതിനായി അള്ളാഹുവിന്റെ സമക്ഷം ചെല്ലുന്ന രീതിയിൽ ആ ഘട്ടത്തിൽ അവർ സാമരിയുടെ നേതൃത്വത്തിൽ അവര് ശിർക്ക് ചെയ്യാൻ തുടങ്ങി. ചരിത്രം നിങ്ങൾക്കറിയാം. അതായത് പാരമ്പര്യ സമൂഹമാണ്. ആ പാരമ്പര്യ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നവും നിങ്ങൾ നോക്കൂ. മുസ്ലിം സമുദായം അല്ലാഹു സുബ്ഹാനഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഏകദൈവത്വത്തിന്റെ കലിമത്തു തൗഹീദിന്റെ ഏറ്റവും മഹിതമായ വാക്കുകൾ കയ്യിലുണ്ടായിട്ടും ശിർക്കിന്റെ അംശങ്ങൾ പല രീതിയിൽ കയറിക്കൂടിയ ഒരു സമൂഹമാണ്. അതായത് പുനരുദ്ധരിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വനജഅലഹും അഇമ്മത്തൻ അവരിൽ നേതൃത്വം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അവരെ ഏൽപ്പിക്കുകയും അവരിൽ നിന്നത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പാരമ്പര്യ സമൂഹമായി ബനൂ ഇസ്രായേൽ എങ്ങനെയാണോ ഒടുങ്ങിയത് അപ്രകാരം അതിന്റെ തുടർച്ചയിൽ ലോകത്തെ മുസ്ലിങ്ങൾ പരമ്പരാഗത സമൂഹങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്ന നിലക്ക് അവരിലും ആ രൂപസാദൃശ്യം കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇത്തരം ഓർമ്മകൾ മൂസാ നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ചരിത്രം തുടങ്ങുന്നത് മൂസയുടെ ഉമ്മയോട് പറഞ്ഞു എന്നാണ്. ഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർളഇ ഒന്ന് മുല കൊടുത്ത് വെച്ചേക്ക്. ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം ഇനി അവനെക്കുറിച്ച് നിനക്ക് ബേജാറുണ്ടെങ്കിൽ നദിയിൽ ഒഴുക്കിയേക്ക്. അങ്ങനെ നദിയിൽ ഒഴുക്കി. പക്ഷെ ആ സമയത്ത് തന്നെ അള്ളാഹ് മൂസയുടെ ഉമ്മയോട് പറയുന്നുണ്ട്, ഇന്നാ റദ്ദുഹു ഇലൈക്കി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റദ്ദുഹു ഇലൈക്കി വജാഇലുഹു മിനൽ മുർസലീൻ. ഇപ്പോഴുള്ള പേടിയും ഇപ്പോഴുള്ള ബേജാറൊന്നും പ്രശ്നമാക്കണ്ട, ബേജാറാവുകയേ വേണ്ട. ഇന്നാ റദ്ദുഹു ഇലൈക്കി അവനെ നാം നിന്നിലേക്ക് മടക്കിക്കൊണ്ടുവരും. വജാഇലുഹു മിനൽ മുർസലീൻ അവനെ നാം ഒരു പ്രവാചകനാക്കി മാറ്റും. പിൽക്കാലത്ത് കടലിലൂടെ നടന്നുപോയി പിന്നീട് വലിയ വിസ്മയം തീർക്കേണ്ടുന്ന ഒരു പ്രവാചകൻ ജനിച്ചയുടനെ അവനെ പ്രവാചകനാക്കുമെന്നും ഇനി അമ്മിഞ്ഞ കൊടുത്തു വിട്ട കുഞ്ഞിനെ ഇനി അമ്മിഞ്ഞയൂട്ടാൻ അതല്ലെങ്കിൽ മുലയൂട്ടാൻ നിനക്ക് തന്നെ തിരിച്ചു തരുമെന്നും ആ ചരിത്രം നിങ്ങൾക്കറിയാമായിരിക്കും. സ്വന്തം സഹോദരി സൈഡിലൂടെ നടന്ന് വഖാലത്തിൽ യുഖ്തിഹി ഖുസ്സിഹി ഫബസ്റത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യശ്ഉറൂൻ മോളെ നീ ആ സൈഡിലൂടെ നടന്ന് ഇവൻ എവിടേക്കാണ് ഒഴുകിപ്പോകുന്നതെന്ന് നോക്കണം എന്ന് സൂറത്തുൽ ഖസസിൽ ഈ ഉമ്മ മകളോട് പറയുന്നതും ആ മകൾ ചെന്ന് കൊട്ടാരത്തിൽ പറഞ്ഞ് ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കുടുംബമുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പറയുകയും അങ്ങനെ ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സന വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കവനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരും എന്നുള്ളത് ഉടനെ തന്നെ കണ്ട കാഴ്ചയാണ് മൂസയുടെ ഉമ്മക്കെങ്കിൽ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഈ ചരിത്രം കേട്ടാലും ഈ ചരിത്രം കേൾക്കുന്നവർക്ക് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ അവർക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പാഠമോ പ്രത്യേകിച്ച് ഒരു ഇൽമോ കിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഒരു ദുര്യോഗം. അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം കഴിഞ്ഞ തവണ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ചാണ് പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ മറ്റൊരു രീതിയിലുള്ള ഹിജ്റ കൂടി തന്നെയാണിത്. വിമോചനം ഉൾച്ചേർന്ന ഹിജ്റ കൂടിയാണിത്. അതുകൊണ്ട് ഈ ലോകത്തെ എല്ലാ അക്രമ ഭരണകൂടങ്ങൾക്കും അതുപോലെ തന്നെ ന്യായാധിപ അതുപോലെ തന്നെ സിംഹാസനങ്ങൾക്കും അവിടെ നിന്ന് വരുന്ന കൊള്ളരുതാത്ത വിധികൾക്കുമെതിരെ ഇമാം ഹുസൈൻ ഇറങ്ങിപ്പുറപ്പെട്ടതിനെ കുറിച്ചുമുള്ള ഓർമ്മയായിട്ട് പിന്നീട് ചരിത്രത്തിൽ ഇത് വരുന്നുണ്ട്. ആഷുറായിന്റെ പ്രത്യേകതയിൽ അതില്ല. പക്ഷേ ഒരു ആഷുറായിന്റെ മുഹറം 10 തന്നെയാണ് പിന്നീട് ചരിത്രത്തിൽ അദ്ദേഹം അധികാരം തേടിപ്പോയി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. നബി കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അധികാരത്തിന് വേണ്ടിയിട്ട് കൊതി ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അധികാര ദുഷ്പ്രഭുത്വത്തിനെതിരെ ഇറങ്ങിപ്പുറപ്പെട്ട് അതിൽ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോ ഭരണാധികാരി അക്രമിയാണെങ്കിൽ അത് മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ കൂടിയും അവിടെ ചെന്ന് വർത്തമാനം പറയാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന അതിന്റെ തുടർച്ചയുടെ ധൈര്യത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇമാം ഹുസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, ഖത്ലെ ഹുസൈൻ അസൽ മേ മർഗെ യസീദ് ഹൈ ഇസ്ലാം ജിന്ദാ ഹോത്താ ഹൈ ഹർ കർബലെ കെ ബാദ്. ഖത്ലെ ഹുസൈൻ അസൽ മേ മർഗെ യസീദ് ഹൈ യഥാർത്ഥത്തിൽ ഹുസൈനിന്റെ കൊലപാതകം എന്ന് പറയുന്നത് അസൽ മേ മർഗെ യസീദ് ഹൈ യഥാർത്ഥത്തിൽ യസീദിന്റെ മരണമാണ്. ഇസ്ലാം ജിന്ദാ ഹോത്താ ഹൈ ഹർ കർബലെ കെ ബാദ്. ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം പുനർജനിച്ചുകൊണ്ടിരിക്കും. ആളുകൾ കൊല്ലപ്പെടും,
ആളുകൾ ഷഹീദുകളാകും. ഇപ്പൊ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ അത് പുതിയ തുടക്കങ്ങളുടെ നാന്ദിയാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള വിമോചന സങ്കല്പങ്ങളെ നെഞ്ചിലേറ്റി വിശ്വാസത്തെ അഭിമാനപൂർവ്വം പ്രതിനിധീകരിച്ച് പ്രവാചകന്മാരുടെ, അതുപോലെ തന്നെ ആ വഴിയിൽ വന്ന ഇമാമിങ്ങളുടെ, ഇമാം ഹുസൈൻ്റെതടക്കമുള്ള അത്തരത്തിലുള്ള പ്രതിനിധാനങ്ങളെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം.